വില കുറഞ്ഞൊരു 1.5 ഏക്കർ സ്ഥലം നമ്മളെ കയ്യിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഫാമിൻ്റെ ആവശ്യത്തിന് അതുപോലെ കൃഷി എല്ലാത്തിനും പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ റോഡ് ഇത് നിലവിൽ കോൺക്രീറ്റ് ആണ്. ഇതുവരെ നമ്മളെ കോൺക്രീറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതാണ് നമ്മളെ സ്ഥലത്തേക്കുള്ള റോഡ്. തൊട്ട് താഴെ തന്നെയാണ് സ്ഥലം കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട കോൺക്രീറ്റ് റോഡ് നേരെ പോകുന്ന ബസ് റൂട്ടിലേക്കാണ്. ബസ് റൂട്ട് തൊട്ടടുത്ത് തന്നെയാണ് ബസ് റൂട്ടൊക്കെ ഉള്ളത്. നമ്മൾ ആ റോഡ് ഇങ്ങനെ വന്നു ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മളെ ഈ സ്ഥലം കിടക്കുന്നത്. നേരെ നമ്മൾ ആ റോട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ മുതൽ നമ്മളെ സ്ഥലം ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ചെറിയൊരു ചെരിവുള്ള സ്ഥലമാണ്. നല്ലത് തട്ടുകളായിട്ടാണ് നമ്മളെ സ്ഥലം ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങനെ താഴേക്കാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളിങ്ങനെ മതിൽ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മളെ ഏറ്റവും മുകളിലുള്ള അതിര് വരുന്നത്. ഇതിന്റെ നേരെ താഴേക്കാണ് ഇങ്ങനെ സ്ഥലം പോകുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ സ്ഥലം 1.5 ഏക്കറാണുള്ളത്. അതിലൊരു 85 സെന്റോളം കരയും ബാക്കി വയലായിട്ടാണ് കിടക്കുന്നത്. ഈ സ്ഥലത്ത് കണ്ടില്ല, ഇതുപോലെ ഒരു 100-300ഓളം കവുങ്ങും തൈ ഇവർ വെച്ചിട്ടുണ്ട്. ഈ വലിപ്പമായിട്ടുണ്ട്. അതുപോലെ ഇതിൽ കാപ്പി ഉണ്ട് ഒരു ഭാഗത്ത്. അതുപോലെ റബ്ബർ ഉണ്ട്. ഒരു 10-200 റബ്ബറിന്റെ മുകളിൽ ഇതിലുണ്ട്. വെട്ടാനായിട്ടുള്ള റബ്ബറൊക്കെ ഇതിലുണ്ട്. നമ്മളങ്ങനെ കുറച്ചിങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ തട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് തട്ടുകളായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നതെന്ന്. ഇവിടെയൊക്കെ നിറയെ കവുങ്ങുകൾ നമുക്ക് കാണാം, കാപ്പി കാണാം, അതുപോലെ റബ്ബർ മരങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ഇത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, അതുപോലെ ഫാം നടത്താൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് പശു ഫാം, അതുപോലെ പോത്ത് ഫാം, ആട് ഫാം, കോഴി ഫാം പോലത്തെ ഫാമിന്റെ ആവശ്യക്കാർക്ക് ഇത് പറ്റും. അതുപോലെ തന്നെ നല്ല കൃഷിയോട് താല്പര്യ ആളുകളൊക്കെ ആണെങ്കിൽ ഒരു വീടൊക്കെ വെച്ചിട്ട് ഈ തോട്ടത്തിൽ നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. വെള്ളത്തിനൊക്കെ നല്ല സൗകര്യമുണ്ട്. നല്ലൊരു കിണർ ഇതിലുണ്ട്. ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട്. അതുപോലെ വയലുള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു കുള കുഴിക്കാം. അതിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മളങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വയലിനോട് ചേർന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് കുറച്ച് കായ്ക്കുന്ന കവുങ്ങുകളൊക്കെ നമ്മളെ ഈ സ്ഥലത്തുണ്ട്. ഇപ്പോൾ നമ്മളെ കരഭാഗം ഏകദേശം ഈ ഭാഗം വരെ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വാഴ വെച്ച ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും. അതാണ് നമ്മളെ വയലിന്റെ ഭാഗങ്ങൾ, വയലിൽപ്പെട്ട ഭാഗങ്ങളാണ് വാഴ വെച്ച ഭാഗങ്ങൾ. അപ്പോൾ ഇത് 1.5 ഏക്കർ സ്ഥലമുണ്ട്. ഇത് ഫാമിന്റെ ആളുകൾക്ക് നമ്മൾ പറഞ്ഞ പോലെ പറ്റും. അതുപോലെ കൃഷി താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ നല്ലൊരു വരുമാനമുള്ള തോട്ടാക്കി ഇതിന് മാറ്റാം. ഇതിൽ നമുക്ക് കുറച്ച് തെങ്ങൻ തൈകൾ വെക്കാം. ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ വെച്ച് നല്ലൊരു വരുമാനമുള്ള തോട്ടാക്കി ഇതിന് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ഈ വയലിലൊരു നല്ലൊരു കുളം കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തോട്ടം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനമുള്ള തോട്ടാക്കി മാറ്റാൻ പറ്റുമേ. ഇതിൽ തെങ്ങൻ തൈകളും ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ വെക്കാൻ പറ്റും. വെള്ളം ഉള്ളതുകൊണ്ട് അതിനൊക്കെ പറ്റുന്നൊരു ഭാഗമാണേ. അതുപോലെ മുകൾ ഭാഗത്ത് ഒരു വീടൊക്കെ വെച്ചിട്ട് ഈ തോട്ടത്തിൽ നിന്ന് അത്യാവശ്യം വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. മുകൾ ഭാഗത്തേക്ക് അത്യാവശ്യം വീടുകളുള്ള ഒരു ഏരിയയും കൂടിയാണ്. നമ്മൾ പറഞ്ഞ പോലെ ബസ് റൂട്ടൊക്കെ അടുത്തുണ്ട്, അങ്ങാടിയൊക്കെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സ്ഥലത്തിന്റെ സൗകര്യങ്ങളെ. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ്. സുൽത്താൻ ബത്തേരി ചീരാല് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതിന് ഇവർ ടോട്ടൽ ചോദിക്കുന്നത്, ഈ 1.5 ഏക്കർ സ്ഥലത്തിന് ടോട്ടൽ ചോദിക്കുന്നത് 35 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ലഭിക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിന്റെ പേര്. ഇതുപോലെ വീടുകളും സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കോ അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക.